പേടിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ആ 7 ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് ഇതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാൻ സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈ കൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി, 4 ആൾ കേക്കട്ടെ. ശരി. അയച്ചോ. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടോ? ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. ശരിക്കും ആ കടക്കവേ മണ്ണ്. കുട്ടപ്പ, അതിന്റെ പുറയിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ അയക്കാത്തതിന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ല എന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം. ഞാൻ പാസ്സാവും. വേലായുധം കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛനോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്. കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താ? അമ്മിണിക്കുട്ടി ഒന്നാട് മാറിക്കോളൂ. ഒരു സ്വകാര്യം പറയാനാ. ഒത്താലൊട്ടു അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടുന്നാ? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRCP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മൂ. എന്നിട്ട് നടക്കുന്ന കാര്യം വല്ലതുമാണോ കുഞ്ഞാപ്പൂ? നടക്കും. അമ്മിണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിട്ട് വേറെ ഒരു മാർഗമില്ല. എങ്ങനെയുണ്ട്? തെയ്യം കിട്ടിയ പോലുണ്ട്. ജീവിതം തന്നെ ഒരു തെയ്യങ്കളിയല്ലേ? അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കോലത്തിലാ ഓടിയിട്ട് ഒരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ എത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വന്നാൽ മതി. ചെക്കന് കാരണവന്മാര് 3 അമ്മിണിയെ കാണാൻ നാളെ വരും. വരട്ടെ. അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ. ഇങ്ങനെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കെട്ടി. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട. കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. ഇല്ല അച്ഛാ. വാസു, നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു 5-6 ഊരിലൊന്ന് ആനപ്പിണ്ടോ ആയിക്കോട്ടെ. അത് നല്ലതാ. ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂരുണ്ടാക്കണത് നല്ലതാ. അതേ വളരെ നല്ലതാ. അപ്പൊ പിന്നെ നീ ആ പണിക്കാണ്ട് പൊക്കോട്ടെ. പിണ്ടോ ചങ്ങല്. കുഞ്ഞാപ്പൊടി കൂടി പറ. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ? അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവന് ഇത്തിരി മതപ്പാടുണ്ടായി.
പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ല. അവനെ അനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവിരൽ മതി. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. കൊടുക്കുമോളെ. അങ്ങോട്ട് കൊടുക്കൂ, എടുക്കൂ. അവിടെ കൊടുക്കൂ. പേര് അമ്മണിക്കുട്ടി എന്ന് തന്നെയല്ലേ? അതെ. രാമചന്ദ്രൻ എന്ന അവന്റെ പേര്. ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അവനായിട്ട് അമ്മണിക്കുട്ടി ഒരു ചായ കൂടെ ഇടേണ്ടി വരും. ചായ ഇടാൻ ഇവിടെ സമർത്ഥ്യ. രാമേന്ദ്രന് 1 or 2 ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാരയുണ്ട്, ചായയിലുണ്ട്. രാമേന്ദ്രൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച വന്നോട്ടെ, എന്താ? ആയിക്കോട്ടെ. 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 ഏത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല മോളെ. നേരാമണ്ണം ചായ ഉണ്ടാക്കി നീ ആ കാർന്നോമാർക്ക് കൊടുത്തോ. അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട. കല്യാണം കുഞ്ഞാപ്പൂ എന്നെ കലക്കിക്കോളും. മഹാലക്ഷ്മി ഡസൻ കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ബന്ധം അത്. സ്ത്രീധനല്ല എനിക്ക് പേടി. ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പ് എന്ത് കമ്മീഷൻ ചോദിക്കുന്ന? അമ്മിണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ. ഒന്നും ഉണ്ടായില്ല, പാവം കുട്ടി. നീ പോടി, അവൾ എന്റെ മോളാ. പിടിക്കുമ്പോ പുളിങ്കൊമ്പ് തന്നെ പിടിക്കണമെന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട. നങ്ങേലിക്ക് മനസ്സിലായ? ഉവ്വ്. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഉവ്വ്. ആ കുഞ്ഞാപ്പൂ കലക്കുമോ മോളെ? കലക്കും. ഇല്ലെങ്കിൽ നമ്മള് കലങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശങ്കരൻകുട്ടി മേനോന്റെ ആനയുടെ പേരെന്താന്നാ പറഞ്ഞേ? വേലായുധം കുട്ടി. അപ്പൊ കൊമ്പനാ? പിന്നെ കൊമ്പില്ലാതെ വേലായുധം കുട്ടി പേരിടോ? എന്താ അമ്മാവ? അപ്പൊ എഴുന്നള്ളത്തിനൊന്നും കൊണ്ടുപോകാറില്ല? അവൻ സ്വയം എഴുന്നള്ളിക്കൊള്ളും. വേലായുധം കുട്ടിക്ക് അത്ര ബുദ്ധിയാ. അവനെ അവിടുന്ന് മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ പിന്നില് ഒരു കള്ളക്കളി ഉണ്ട്. എന്താ അത്? ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാ? പറ കുഞ്ഞാപ്പൂ. വല്ലാതെ നിർബന്ധിച്ചാ പറയാന്നല്ലാതെ. അമ്മിണിക്കുട്ടിക്ക് ഒരു മുറച്ചിറക്കലുണ്ട്, മറ്റൊരു വേലായുധം കുട്ടി. അതുവാനെയാ? ഏയ്, അതേതാണ്ട് നമ്മളെ പോലെ മനുഷ്യനാ. അവനും അമ്മിണിക്കുട്ടിയും തമ്മിൽ ജനിച്ച അന്നു മുതൽ പ്രണയത്തിലാ. ശിവ ശിവ. പടി കയറി വരുന്നത് കല്യാണക്കാരാണോ പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായുധം കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആനയെ അവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞേന്, മതം പൊട്ടും ചെയ്തേന്. എന്റെ അയ്യപ്പ, ഒരാണിനെ മനസ്സിലിട്ട് നടക്കുന്ന പെണ്ണിനെ ഒരാന കാവലിരിക്കേ. വളരെ ശക്തമായ പ്രണയമല്ലേ ഇത്? അതെ, ഞാനിത് ഇപ്പോഴാ അറിയണത്. ഇതിപ്പോഴെങ്കിലും പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ. ഞങ്ങൾ ഊരാണ്. ഊരുന്നതിന് ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല. എന്നാലും ഇരിക്കട്ടെ, ഒരാള് രക്ഷപ്പെട്ടല്ലോ. അതെ, ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അത് അവിടെ ഇട്ടാ മതി. അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലേ വാസു? അയ്യയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ? ഇതൊരു സ്പെയർ ചങ്ങല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ? ഈ മീശ അങ്ങോട്ട് ചേർത്തൊന്നും കൊടുത്താണ്ടല്ലോ. അബദ്ധായോ കുഞ്ഞാപ്പൂ? പേടിക്കണ്ട. വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴി ഒന്ന് ഒതുങ്ങി കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ, ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോൻ പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം? ശരിക്കും പറഞ്ഞാൽ അത് ഞാനും അമ്മടിയും കൂടി അറിഞ്ഞുള്ള ഒരു കറക്കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ? കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റും എന്റെ വേലായുകുട്ടി. ഈ ഭൂമി തന്നെ ഒരു കറക്കമ്പനി അല്ലേ? നവിടി. ശരിക്കും പറഞ്ഞാ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ. അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത്.
എന്റെ മോളെ ആലോചന വന്നാ- അയ്യോ എന്നെ കൊല്ലണേ, ഓടി വരേ, ഓടി വരേ, എന്നെ കൊല്ല്. എന്നോട് കളിക്കണ, ഞാൻ കത്തിയെടുക്കാം. എന്താ ഈ നാണക്കേട് കാണിക്കുന്നത്? എന്റെ മോൾക്കൊരു കല്യാണം വന്നാൽ കലകരിമിനാര് എന്താ ആലോചന? 3-4 തറവാട്ടുകാർ വന്ന് നേരാ. അവരെ കാണിക്കാൻ നിങ്ങൾ എന്തിനാ വെറുതെ ആരാന്റെ പിണ്ടവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്? അത് ശരി. അപ്പൊ ഈ മീശയിലാവാസം എടുത്തോണ്ട് ഓടി ആനച്ചങ്ങല അതായിരുന്നു അല്ലേ? സംഗതി നേരാ, ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധം കുട്ടിക്ക് ബൊക്കിടാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേരും പറഞ്ഞ് നീ എന്റെ കയ്യിൽ കൈക്കൂലി വാങ്ങിച്ചില്ല ചെറ്റേ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈക്കൂലി എന്നല്ലോ. ആ എന്റെ മോളെ ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാൻകുട്ടി അമ്മയും മുഹബത്തിലാണെങ്കിൽ അവര് കെട്ടും. അതിനൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ. അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ്. അത്രയല്ലേ ഉള്ളൂ. മേനോൻ അത് പുല്ല.